ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല മുരിഞ്ഞ ഉഴുന്നുവട, അതേസമയം എണ്ണയും കുടിക്കത്തില്ല ആ ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിന് ചില ടിപ്സുകളും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഈ അളവ് പാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ 1 കപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗ്ലാസ്സോ എന്തായാലും കുഴപ്പമില്ല. ഇനി ഇത് ഞാൻ 4 പ്രാവശ്യം കഴുകിയിട്ട് നല്ല അതിൻ്റെ അഴുക്ക് കളഞ്ഞിട്ട് ക്ലിയർ വാട്ടർ ആവണ വരയ്ക്കും കഴുകി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂറായിട്ട് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ആദ്യം വെള്ളമില്ലാതെ അരയ്ക്കുക. പിന്നെ അത്യാവശ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഒരു കുറച്ച് മാവ് എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ ആ മാവ് മേലെ വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി ഈ മാവൊന്ന് വിസ്ക് വെച്ച് അടിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട്. നിങ്ങളൊരു വിസ്ക് വെച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുത്തേക്ക്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നല്ലോണം എയർ പോയിട്ട് നല്ലവണ്ണം അത് നല്ല വീർത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചെറുതാക്കി നുറുക്കിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ കൈയൊന്ന് നനച്ച് ഈ മാവിൽ നിന്ന് കുറച്ച് മാവ് കയ്യിലിങ്ങനെ എടുത്ത് തള്ളവിരലുകൊണ്ട് ഇങ്ങനെ ഒരു ഓട്ടയിട്ടിട്ട് നമ്മൾ വട ഉണ്ടാക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. ഞാനിവിടെ ചെറിയ കടായാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് എണ്ണ മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ട്രിപ്പായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകും. ഓരോ പ്രാവശ്യം നനച്ചിട്ട് വേണം മാവ് എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ കൈ ഒന്ന് നനച്ചതിന് ശേഷം മാവ് എടുത്ത് തള്ളവിരൽ കൊണ്ട് ഒരു ഓട്ട ഇട്ടിട്ട് എണ്ണയിലേക്ക് ആ വട ഇട്ട് നല്ലോണം പൊരിച്ചെടുക്കാം. ഇട്ട ഉടനെ തന്നെ അതിന് മറിച്ചിടാൻ പാടില്ല. ഒരു നിമിഷം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മറിച്ചിടാൻ പാടുള്ളൂ. അങ്ങനെ ഞാനിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇപ്പോൾ തന്നെ നല്ലോണം മൊരിയിച്ചെടുക്കുന്നില്ല. ഇത് ഒരു യെല്ലോ കളർ ആകുമ്പോൾ തന്നെ ഞാൻ പുറത്തെടുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കണ നേരത്തും നല്ലോണം ക്രിസ്പി ആയിട്ട് ഇരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡബിൾ ഫ്രൈ ചെയ്യണം. അപ്പോഴാണ് അത് നല്ലോണം കൂടുതൽ നേരം മുരിഞ്ഞിരിക്കുള്ളൂ. ഇതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും എണ്ണ ചൂടായി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ വടകൾ ഓരോന്നായിട്ട് ഇട്ട് വീണ്ടും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ടാവും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതായത് പുറത്ത് നല്ല മുരിഞ്ഞിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അങ്ങനെ ഞാൻ എല്ലാ മാവ് കൊണ്ടും ഞാൻ വട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 1 കപ്പ് ഉഴുന്നുപരിപ്പല്ല എടുത്തത്. അതിന് എനിക്ക് 11 വടയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നല്ല മുരിഞ്ഞ ശബ്ദമാണ്. പുറത്ത് ഇങ്ങനെ തടവി നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഉഗ്രൻ വടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ മെത്തേഡിൽ. കൂടെ കഴിക്കാനായിട്ട് സാമ്പാറോ ചട്നി ഉണ്ടെങ്കിൽ, തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഹോട്ടലിലൊന്നും പോയി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം.